നമസ്കാരം. ഒരു കഥ പറയാം. എവിടെയോ കേട്ട കഥയാണ്, അത് നിങ്ങളിലേക്ക് പങ്കുവെക്കണം തോന്നി. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം പട്ടാളത്തിലായിരുന്നു. കുറച്ച് തരികിട സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ജോലിയിലും ജീവിതത്തിലും സത്യസന്ധത പുലർത്തിയിട്ട് അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഒരു മേലുദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമായിരുന്നു. ഇവർ തമ്മിൽ എപ്പോഴും ഉള്ളിൽ ഫൈറ്റ് ആയിരുന്നു. അങ്ങനെ മേലുദ്യോഗസ്ഥന്റെ മനസ്സിൽ ഇദ്ദേഹത്തിനെതിരെ എപ്പോഴും ഒരു ബ്ലാക്ക് മാർക്കായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ആർമി ഡേ വരുന്നത്. ആർമി ഡേക്ക് മേലുദ്യോഗസ്ഥന്റെ ഫുൾ കുടുംബം വരുന്നു എന്നുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു നമ്മുടെ കഥാനായകൻ. ഇദ്ദേഹത്തിന്റെ ബോസിന് ഒരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. പുറം രാജ്യത്തൊക്കെ പോയി പഠിച്ച് നല്ല അറിവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ നേടിയ ഒരു മകളുണ്ടായിരുന്നു. അവളോട് ഒരു പ്രണയമായിരുന്നു നമ്മുടെ കഥാനായകൻ. അങ്ങനെ ആർമി ഡേ വരുന്നു. അപ്പൊ ഇവൾക്കറിയാം ഇവളോട് പ്രണയമാണെന്നുള്ളത്. ഇവള് ആദ്യമേ തന്നെ പറയുന്നു, നിന്നെപ്പോലൊരു വൃത്തികെട്ട മനുഷ്യനെ എനിക്ക് സ്നേഹിക്കാൻ താല്പര്യമില്ല, നീ എന്റെ അച്ഛന്റെ എതിരാളിയാണ്, എനിക്ക് നിന്നെ കാണാനേ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സ് ഇവള് മുറിപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കെ കഥാനായകന് ഒരു വലിയ തുക സമ്മാനമായി നേടുകയാണ് ചൂതുകളിയിൽ. ഇദ്ദേഹത്തിന് കുറച്ച് ചൂതുകളി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഇപ്പുറത്ത് നമ്മുടെ മേലുദ്യോഗസ്ഥൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങി. അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിന് ജയിൽ മുക്തനാക്കണമെങ്കിൽ ഭീമമായ തുക കൊടുക്കണം. അങ്ങനെ ഈ പെൺകുട്ടി അറിയാണ്, കുറച്ചുനാൾ മുന്നേ അവൾ അപമാനിച്ചു വിട്ട ഈ ചെറുപ്പക്കാരന് ഒരു വലിയ തുക കിട്ടിയിട്ടുണ്ട്, അവനോട് ചിലപ്പോൾ സഹായം ചോദിച്ചാൽ ചെയ്യുമായിരിക്കും എന്ന് തോന്നി ഇവള് പോകുന്നുണ്ട്. അപ്പം ഇദ്ദേഹം കണ്ടപാടെ ചോദിക്കുന്നുണ്ട്, അതിനെന്താ, ഞാൻ തരാലോ എന്ന് പറയുന്നു. നാളെ നീ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വരണം, ഞാൻ എത്ര പൈസ വേണമെങ്കിലും നിനക്ക് തരാം എന്ന് പറഞ്ഞ് ഇയാള് പോകുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് അറിയാം അവിടെ ഒറ്റയ്ക്ക് പോയാൽ എന്താണ് സംഭവിക്കാന്നുള്ളത്. അവൾക്ക് അവൻ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥവും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൾ അടുത്ത ദിവസം അവനെ ഒറ്റയ്ക്ക് കാണാൻ തീരുമാനിക്കുകയാണ്. ഭയങ്കരമായിട്ട് പെയ്യുന്ന മഴയത്ത് ചുണ്ടുകളുമായി ഇവൾ അവനെ കാണാൻ വേണ്ടി ഇവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇവൻ പറയുന്നു, ഇത്രയും തുക ഞാൻ നിനക്ക് തന്നാൽ നീ എനിക്ക് എന്ത് തരും? അവൾ പറയുന്നു, എന്റെ കയ്യിലൊന്നുമില്ല. ശരി, ഞാൻ തുക എടുത്തിട്ട് വരാം, നിനക്ക് എന്താണോ എനിക്ക് തരാൻ പറ്റുന്നത് അത് നീ തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ ഉള്ളിലേക്ക് പോവാണ്. അദ്ദേഹം ഒരു ബോക്സ് എടുക്കുന്നു, ആവശ്യമുള്ള തുക അതിൽ നിറയ്ക്കുന്നു. എനിക്ക് തരാനുള്ളത് തരൂ എന്ന് ഈ ചെറുപ്പക്കാരൻ പറയാണ്. എന്നാൽ മാത്രമേ ഞാൻ ഈ തുക നിനക്ക് തരുള്ളൂ, കയ്യിലേക്ക് തരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവള് പറയുന്നു, എനിക്ക് തരാനൊന്നുമില്ല, എന്റെ അച്ഛനെ രക്ഷിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഇവളുടെ അടുത്തേക്ക് മുഖം ചേർത്ത് നിർത്തുകയാണ്, കയ്യിൽ ഈ പെട്ടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മെല്ലെ വാതില് തുറന്നിട്ട് പറയാണ്, Now you may please go, ma'am. Now you may please go, ma'am. ഏറ്റവും ബഹുമാനത്തോടു കൂടി അവളെ മാം എന്ന് കുറച്ചു നാളുകൾക്കുള്ളിൽ വിളിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അവൾക്ക് കരയണോ, സന്തോഷം കൊണ്ട് ചിരിക്കണോ, സങ്കടം കൊണ്ട് കരയണോ എന്നുള്ളതൊന്നും അറിയാതെ അവൾ ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ കഥാനായകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, സന്തോഷം കൊണ്ട് നിനക്ക് എന്തെങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ കഥ അവിടെ അവസാനിച്ചു. നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ തന്ന ഒരുപാട് പേരുണ്ടാവും. ഈ ഇടയ്ക്ക് ഞാൻ ഇട്ട ലെറ്റ് ഇറ്റ് ഗോ വീഡിയോന്റെ അടിയിൽ ഒരുപാട് പേര് ചോദിച്ചു, എങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മധുരമായ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഫൊർഗിവ്നെസ് ആണ്. അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്, വിട്ടുകളയുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആദ്യം അത് നമുക്ക് പ്രയാസമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ആ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിറയുന്നൊരു ആനന്ദമുണ്ട്. ശരിക്കും അതാണ് നമ്മുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ തീരുമാനിക്കുന്നത്. ഖാലിദ് ഹൊസൈനി പറഞ്ഞൊരു വാക്യം, അത് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അന്നംകുട്ടി ജോസ് പറഞ്ഞതും ഞാൻ കേട്ടിട്ടുണ്ട്. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഒരാൾ ചിന്തിക്കില്ല, ഞാൻ അയാൾക്ക് മാപ്പ് കൊടുക്കണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. പറ്റുമ്പോഴൊക്കെ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രതികാരം. അങ്ങനെ നമ്മളെ വഞ്ചിച്ചവരോട്, നമ്മളെ വിഷമിപ്പിച്ചവരോട്, നമ്മളെ മുറിവേൽപ്പിച്ചവരോട്, നമ്മളോട് വിശ്വാസവഞ്ചന നടത്തിയ ആൾക്കാരോട് നമുക്ക് മാപ്പിന്റെ ഭാഷയിൽ പ്രതികാരം ചെയ്യാൻ സാധിക്കട്ടെ. അതിൽ നിന്നും പരമാനന്ദം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കട്ടെ. താങ്ക് യു.